ഇന്ന് നമ്മൾ ഭാരതത്തിൻ്റെ 80ാമത് സ്വാതന്ത്ര്യം ആഘോഷിക്കുകയാണ്. നമ്മൾ ഇത്രയും സുരക്ഷിതരായിരിക്കുന്നതിന് പിറകിൽ നമ്മുടെ മിലിറ്ററി ഉണ്ട്. അതുപോലെ 1000 പേരുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അവരവരുടെ ജീവൻ തന്നെ ബലി അർപ്പിച്ചുകൊണ്ടാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നിരിക്കുന്നത്. ആ ഓർമ്മകൾക്ക് മുന്നിൽ തലകുനിച്ചുകൊണ്ട് പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായം ആരംഭിക്കുകയാണ്. ഇതിൽ നമ്മൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആയുധങ്ങൾ പല രാജ്യങ്ങളും ബാൻ ചെയ്യാറുണ്ട്. ബാൻ ചെയ്യുന്ന സമയത്ത് അവർക്കത് ഉപയോഗിക്കാൻ മേലാതെ വരുമ്പോൾ അവർ ഡേ ടു ഡേ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ വെച്ചായിരിക്കും പലപ്പോഴും പ്രാക്ടീസ് ചെയ്യുക. ആ ഉപകരണങ്ങളൊക്കെ തന്നെ പിന്നീട് ആയുധങ്ങളായി വരികയാണ് ചെയ്തത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജപ്പാനീസിലെ നഞ്ചക്ക് ശരിക്കും നമ്മളുടെ ഗോതമ്പ് പുല്ല് പോലുള്ള തല്ലുന്ന ഒരു സംവിധാനമായിരുന്നു, അതാണ് ഉപയോഗിച്ചത്. ഇവിടെ ആണെങ്കിൽ നമ്മുടെ പല വിപ്ലവങ്ങളുടെ പിറകിലും അരിവാളുണ്ട്. അരിവാളെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ടൈപ്പ് അരിവാൾ, ഇതൊക്കെ ശരിക്കും നെല്ല് കൊയ്യാൻ അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുള്ളതാണ്. പിന്നീട് അത് ആയുധമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇങ്ങനെ ഓരോ രാജ്യവും അവരുടെ സ്വാതന്ത്ര്യം നേടിയതിന് പിറകിൽ ഇതുപോലുള്ള ആയിരക്കണക്കിന് ബലിദാനികളുടെ ഒരു ചരിത്രമുണ്ട്. ആ ചരിത്രത്തിലാണ് നമുക്ക് ഇതെല്ലാം കിട്ടിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ചരിത്രമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ഒക്കിനാവൻ ദ്വീപുകളിലൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ വള്ളം തുഴഞ്ഞും ഒക്കെയാണ് ജീവിച്ചിരുന്നത്. അന്ന് ഇതുപോലെ ആയുധങ്ങൾ ബാൻ ചെയ്ത സമയത്ത് അവരുപയോഗിച്ചതാണ് ഈ പറഞ്ഞ തുഴ. വള്ളത്തിൻ്റെ തുഴ ആയുധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. കൊബുദോ പോലുള്ള ആർട്ടുകളിലൊക്കെ തന്നെ അതാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന തുഴ എന്ന് പറയുന്നത് 2 ടൈപ്പ് തുഴകളുണ്ട്. ഒന്ന് കൊബുദോയിൽ ഉപയോഗിക്കുന്ന ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള തുഴയുണ്ട്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കേരളത്തിലായതുകൊണ്ട് കേരളത്തിലെ നമ്മൾ സാധാരണ വള്ളം തുഴയാൻ ഉപയോഗിക്കുന്ന തുഴ വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ടെക്നിക്കലി നിങ്ങൾക്കറിയാം, ഇപ്പോൾ ആലപ്പുഴ സൈഡൊക്കെയാണെങ്കിൽ നമുക്കറിയാം മണ്ണ് നിലത്തുണ്ട്. അപ്പോൾ ആ നിലത്തുള്ള മണ്ണിനെ ഇതിൽ കോരി കണ്ണിലിട്ടിട്ട് വേണം അടിക്കാനായിട്ട്. പണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ പൂഴിക്കടകൻ എന്ന് പറയുന്ന കളരിപ്പേരിലെ രീതി. പൂഴിക്കടകൻ പഴയ സിനിമകൾക്കത്തൊക്കെ ഇങ്ങനെ പൂഴി ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടി പൊക്കുകയും അതിൻ്റെ മറവിൽ രക്ഷപ്പെടുകയും ചെയ്യുന്നതായിട്ടാണ് പൂഴിക്കടകൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പൂഴിക്കടകൻ അങ്ങനല്ല. നമ്മൾ ഈ പയറ്റുന്ന സ്ഥലത്ത് പരിച കൊണ്ട് വെട്ടി ഈ മണ്ണിളക്കും. ഇളക്കിയിട്ട് അത് ചവിട്ടി പൊടിയാക്കും. ഓരോ സ്റ്റെപ്പും ചെയ്യുമ്പം എതിരാളി അറിയാതെ ചവിട്ടി പൊടിയാക്കും. ആ പൊടിയാക്കിയതിനെ ഈ പരിചയിൽ കോരി കണ്ണിലിട്ടിട്ട് വെട്ടുന്നതാണ് ശരിക്കുള്ള പൂഴിക്കടകൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ തുടക്കത്തിൽ ടെക്നിക്കലി നമ്മൾ പൂഴിക്കടകനാണ് ചെയ്യുന്നത്. അതായത് ഇതിൽ കോരിയിട്ട് നമ്മൾ കണ്ണിലിട്ടിട്ട് അടിക്കുകയാണ്. ഇതിൻ്റെ 1-2 മെത്തേഡുകളാണ് നമ്മൾ കാണിക്കുന്നത്. കാരണം ഇതൊരു അറിവിലേക്കെന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഓരോ രാജ്യങ്ങളും പലതരത്തിൽ പിടിച്ചു നിന്നെന്നും അവർ തിരിച്ച് പിടിച്ചതെന്നും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതൊരു ഇന്നത്തെ ഓർമ്മയിൽ അത് വലിയൊരു കാര്യമായിരിക്കും. കാരണം നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്കത് ഓർക്കാൻ പറ്റും. എന്തായാലും നേരെ വീഡിയോയിലേക്ക്. നമ്മൾ കൊബുദോയിൽ പറയുന്ന ഏക്കു എന്ന് പറയുന്ന ഒരു ആയുധമുണ്ട്. നമ്മൾ വള്ളത്തിൻ്റെ തുഴ തന്നെയാണ്, അതിൻ്റെ ഒറിജിനൽ വേർഷനാണിത്. ഇതാണ് ഏക്കുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളവിടെ വള്ളം ഇങ്ങനെ തുഴയുകയും ചെയ്യാം, ഒപ്പം ഇതുകൊണ്ട് തന്നെ അറ്റാക്ക് ചെയ്യുന്നൊരു മെത്തേഡാണ്. ഇതാണ് ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ പൊതുവിൽ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ കേരളക്കാരായതുകൊണ്ട് നമ്മുടെ ഇവിടെ തുഴയാൻ ഉപയോഗിക്കുന്ന വസ്തു ഇതാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ട്രഡീഷണലി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഇനിയും അതല്ലാതെ ഫ്രീ സ്റ്റൈൽ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് പഠിച്ച ഒരു മാസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഇഷ്ടാനുസരണം അല്ലെങ്കിൽ യുക്തിക്കനുസരിച്ച് ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിൽ അതിനെ കൊണ്ടെത്തിക്കുന്ന ഒരു സിലബസ് ആക്കി മാറ്റുന്ന ഒരു മെത്തേഡാണ് ഫ്രീ ഫോം എന്ന് പറയുന്നത്. അതെല്ലാത്തിലും ഉണ്ട്. നമ്മൾ കുറച്ചേറെ ഫോംസുകളൊക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ഫോമുകളായിട്ട് ഇതാവും. അത് പലപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി. തായ്ക്കൊണ്ടോ പോലുള്ള ആർട്ടുകളിലൊക്കെ തന്നെ ഓരോരുത്തരും കണ്ടുപിടിച്ച ഇതിൽ അവരുടെ പേരിലായിരിക്കും അത് അറിയപ്പെടുക. അങ്ങനെയുള്ള റിസർച്ചുകളൊക്കെ നടക്കുന്നതുകൊണ്ടാണ് തായ്ക്കൊണ്ടോ ഒക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ നമ്പർ 1 പോകാനുള്ള കാരണം. ഓരോ തവണയും ഓരോ ഇയറിൽ അവരെന്ത് ചെയ്യും, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ട്രഡീഷണൽ ഫോമിന് അതിൻ്റേതായ ഒരു വിലയുണ്ട്. ഒരു മാറ്റവും ചെയ്യാതെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല. അന്ന് എങ്ങനെയാണോ അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അതേപടി പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ആർട്ട് വളരെ വ്യക്തമായി നമ്മൾ പഠിച്ചിരിക്കുകയും അതിൻ്റെ വേരിയേഷനുകൾ, ഇപ്പം കരാത്തെ തന്നെ പലതുണ്ടല്ലോ, ഷോട്ടഗാന്, ഷോറിൻ റിയു, ഷിക്ടോറി എന്ന് പറഞ്ഞ ഒരുപാട് സ്റ്റൈലുകൾ തന്നെയുണ്ട്. കുങ്ഫു അതുപോലെ തന്നെയുണ്ട്. അപ്പോൾ ഓരോ സ്റ്റൈലുകളും ഓരോ മാസ്റ്റർമാരും അവരുടെ കഴിവിനും ചിന്താഗതിക്കും പദ്ധതികൾക്കും അനുസരിച്ച് മാറ്റം ചെയ്യുകയാണ് ചെയ്തത്. അതിനെയാണ് നമ്മൾ പൊതുവിൽ പറയുന്നത് ഫ്രീ സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടേതായ സ്റ്റൈലിലേക്ക് അവർ കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് ഓരോ കഥകളും
ഒക്കെ വളരെ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സംവിധാനമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആകെ ചെയ്യേണ്ടത്, ഇത് വള്ളം തുഴയാൻ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഭാഗം കൊണ്ടാണ് നമ്മൾ ശരിക്കും കണ്ണിൽ മണ്ണ് കോരിയിട്ടിട്ടാണ് അടിക്കണത്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്കറിയാം, ആലപ്പുഴ സൈഡിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ മുക്കുവരാണുള്ളത്. അവിടെ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് സാധ്യത ഏറ്റവും കൂടുതൽ തുഴയായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ ചെറിയൊരു കാര്യമല്ല തുഴ കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് മാർഷൽ ആർട്ടിലെ പല ചരിത്രങ്ങൾ ഉണ്ടായിട്ടുള്ളതെന്നും ആയുധങ്ങൾ ഉണ്ടായിട്ടുള്ളതുമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ് ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളായിട്ടുള്ളതല്ല, നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും കൊണ്ടാണ് പിന്നീട് ആയുധങ്ങളാക്കി മാറ്റുകയും ഇതിനെ ചിട്ടപ്പടി എന്തൊക്കെ, ഇപ്പോൾ ഇതൊരു ട്രിക്കാണ്, നമ്മൾ ആദ്യം കാണിച്ച ഒരു ടെക്നിക്കാണ്, രണ്ടാമത് വേറൊരു ടെക്നിക്കാണ്. ഈ ടെക്നിക്കുകളെല്ലാം തന്നെ അവർ കുറിച്ച് വയ്ക്കും. കുറിച്ച് വെച്ചിട്ട് ഒരു സെറ്റ് ഓഫ് ടെക്നിക്സ് നമ്മൾ എടുക്കും. ആ സെറ്റ് ഓഫ് ടെക്നിക്സിനെ ആദ്യം വെറുങ്കൈയായിട്ടും പിന്നീട് ആയുധമായിട്ടും ഒക്കെ പഠിപ്പിച്ചെടുക്കുമ്പോഴാണ് നല്ലൊരു സിലബസ് രൂപപ്പെടുന്നത്. അപ്പോൾ ഇതിനകത്ത് കഴമ്പുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഇതിവർ ചെയ്ത് ഉറപ്പിച്ച കാര്യങ്ങളായിരിക്കും, അല്ല നമ്മളെ ഊഹത്തിലുണ്ടാക്കുന്ന ഒന്നും ആയിരിക്കില്ല. ഊഹത്തിലുണ്ടാക്കുന്ന സിലബസ് നമുക്ക് കാണുമ്പോൾ അറിയാം. ഇത് കൃത്യമായിട്ട് പരിശോധിച്ച് അവർ പ്രാക്ടിക്കലായിട്ട് ചെയ്തെടുത്തവയാണ്. ഇങ്ങനെയാണ് ഒരു ആയോധന കലയിൽ സിലബസ് കയറി വരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തൊരു സിലബസ് ഉണ്ടാക്കാൻ എളുപ്പമാണ്. അവിടെ ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഏച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കും എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റും. ഇതങ്ങനെ ആയിരിക്കില്ല, പ്രാക്ടിക്കലി കൃത്യമായിരിക്കും. അപ്പോൾ എന്തായാലും എങ്ങനെയാണ് ഒരു സിലബസ് ആയുധനകലയിൽ ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. സാധാരണ നേറ്റീവായിട്ടുള്ള ആയുധങ്ങളായി മാറുന്ന കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു അധ്യായമായി പുതിയ ടെക്നിക്കുകളുമായും പുതിയ വാർത്തകളുമായും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.